നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ കഷ്ടം സഹിക്കണം എന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. നന്മ പ്രവർത്തിക്കുന്നത് അനായാസമെന്ന് തോന്നാമെങ്കിലും അതിൻ്റെ പാതയിൽ ദുർഘടങ്ങൾ അനവധിയാണ്. അവയെ വകവയ്ക്കാതെ ശുഷ്കാന്തിയുള്ളവരായിരിക്കാൻ വിശുദ്ധ പത്രോസ്ലീഹ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ എന്താണ് സംഭവിക്കുക? സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നവർക്ക് കഷ്ടത എന്നും കൂടപ്പിറപ്പാണ്. നന്മ പ്രവൃത്തികളാൽ ഉണ്ടാകുന്ന കഷ്ടതകൾ അവ നൽകുന്ന ആനന്ദം ഊർജം പകരുന്നതത്രേ. കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാൽ പോലും വിശ്വാസത്തിന്റെ ഭാഗമായി അത് ദൗത്യ നിർവഹണ പാതയിലെ സാക്ഷ്യമായി കണക്കാക്കപ്പെടുന്നു. വിശുദ്ധ പത്രോസ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുന്നത് അത് സുഖലോലുപതയിലേക്കുള്ള വിളിയല്ല, പിന്നെയോ കഷ്ടത സഹിക്കാനുള്ള വിളിയാണ്. കഷ്ടതയുടെയും സഹനത്തിന്റെയും പാതയിലൂടെയാണ് ക്രിസ്തു സഞ്ചരിച്ചത്. കഷ്ടതകൾ നേരിട്ടപ്പോൾ തമ്പുരാൻ അതിൽ നിന്നും പിന്മാറിയില്ല. പിന്നെയോ ലോകത്തിന്റെ നന്മയ്ക്കായി ആ കഷ്ടതകളെ ഏറ്റെടുക്കുവാൻ പൂർണ്ണ മനസ്സോടെ അവൻ തയ്യാറായി. അതാണ് ക്രിസ്തുവിന്റെ മാതൃക. നമ്മുടെ സഹന വഴികളിൽ നാം ഒരിക്കലും തനിച്ചല്ല, പിന്നെയോ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. എന്തു വന്നാലും നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകാതെ മുന്നോട്ടു പോകുവാൻ നമുക്ക് സാധിക്കണം. ഈ പരിശുദ്ധ നോമ്പ് കഷ്ടതകളെയും സഹനങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ബലഹീനരായ ഞങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങളിലും അവിടുന്ന് അടിയങ്ങളോടൊപ്പം ഉണ്ട് എന്ന് വിശ്വസിക്കുവാനും നീതിക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി കഷ്ടതകൾ സഹിക്കാനും ഞങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. ആമേൻ.